അയാളുടെ സെല്ല് ഞങ്ങൾ പോയി കണ്ടു. ആ സെല്ലിലെ ഫ്രണ്ട് ഡോർ എന്ന് പറയണത് കമ്പികൾ കൊണ്ട് അഴിയിട്ടേക്കണം. വളരെ ഫേമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയാണ്. ചെറിയ ഒരു 1.5 ഇഞ്ച് 3/4 ഇഞ്ച് കമ്പിയൊന്നുമല്ല. ഒരു 1 ഇഞ്ച് കനവും വീതിയും കനവുമുള്ള വലിയ കമ്പികളാണ്. അതും ഫുൾ കമ്പികളാണ്, പൈപ്പുകളല്ല. അതിൽ അയാൾ 4 കമ്പിയുടെ 2 അറ്റും 2 വശവും, അതായത് 8 കമ്പി അറുത്തതുപോലെയാണ്. അപ്പം പ്രധാനമായിട്ട് ഞങ്ങൾ കണ്ടത്, അയാൾക്ക് ഈ ആയുധം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇത് മുറിക്കാൻ നോക്കിയല്ല. കമ്പി മുറിക്കാനുള്ള ഒരു ഷാർപ്പ് വെപ്പൺ അയാളിലേക്ക് കിട്ടി. അവിടെയാണ് വീഴ്ച. പ്രിസണിലെ ഉദ്യോഗസ്ഥന്മാരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്താണെന്നറിയോ? പ്രിസണേഴ്സ് പിടിച്ച് പറിക്കുമോ, പ്രിസണേഴ്സിന് കൊടുക്കുമോ, ആ സഹായം ഉണ്ടാകാണ്ടിരിക്കാൻ. പ്രിസണേഴ്സിൻ്റെ കയ്യിലുണ്ട് താനും. ജസ്റ്റ് ഇമാജിൻ. പ്രിസൺ ഓഫീസേഴ്സിനില്ല, പ്രിസണേഴ്സിൻ്റെ കയ്യിലുണ്ട് ഈ സൗകര്യം. ജയിൽ നോംസ് അനുസരിച്ചിട്ടും മതിലിൻ്റെ ഉയരം 7 മീറ്ററാണ് വേണ്ടത്. അതിന് പകരം ഈ മതിൽ വെറും 3-4 മീറ്ററേ ഉയരമുള്ളൂ. എല്ലായിടത്തും ഒരു 30-35-40% വരെ പ്രിസന് കഴിയിൽ ഓവറാണ്. അതായത് സ്ട്രെങ്തിനെക്കാളും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് അഗെയിൻസ്റ്റ് കണ്ണൂർ 900 ചില്ലുവാനും പ്രിസനേഴ്സിന് ഇടാവുന്നിടത്ത് 1150 ഉണ്ട്. ഏകദേശം 200 പേരധികം ഉണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമിച്ച അന്വേഷണ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരാണ് ദ ക്യൂ അഭിമുഖത്തിൽ. സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയി ഗോവിന്ദചാമിയുടെ ജയിൽ എസ്കേപ്പുമായി ബന്ധപ്പെട്ട സ്ഥലം സന്ദർശിച്ച് ആദ്യമേ നൽകിയ പ്രതികരണത്തിൽ തന്നെ പറയുന്നത് ഗുരുതരമായൊരു സുരക്ഷാ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സാർ, ആ സ്ഥലം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചത് എന്നുള്ളതിൻ്റെ ഒരു പ്രാഥമിക അനുമാനം ഒന്ന് പങ്കുവെക്കാമോ? അല്ല, കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ ഗവൺമെൻറ് ചോദിച്ചേക്കണത്, കമ്മീഷൻ ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയ സാഹചര്യം പഠിച്ച് എന്തെല്ലാം വീഴ്ചകൾ അതിലുണ്ടായി എന്ന് പഠിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിലെ കാര്യങ്ങൾ നോക്കി ഇനി ഇങ്ങനെ ഒരു ജയിൽ ചാട്ടം തടയാനായിട്ടുള്ള നടപടികൾ, ജയിലിലെ സുരക്ഷ എങ്ങനെ ഉറപ്പാക്കണം ഒന്ന് പ്രധാനമായിട്ടും. പിന്നെ അങ്ങനെ ഒരു ഒക്കേഷൻ വന്നപ്പോൾ കണ്ണൂരിൽ നിന്ന് ജയിൽ ചാടിയപ്പോൾ ബാക്കിയുള്ള ജയിലുകൾ ധാരാളമുണ്ട്. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞാൽ കേരളത്തിൽ 57 ജയിലുകളുണ്ട്. എല്ലാ ജയിലുകളും നോക്കാനൊന്നും പറഞ്ഞിട്ടില്ല. കാര്യം എല്ലാ ജയിലുകളും സബ് ജയിലുകളും ഒക്കെ ഉണ്ട്. കാര്യം ഗവൺമെൻറ് ഇതിലെ ഒരു നിയമത്തിലെ ഒരു സിസ്റ്റം, കേരളത്തിലെ പ്രൊസീജിയർ അനുസരിച്ച് 6 മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ളവരെല്ലാം സെൻട്രൽ പ്രിസണിലായിരിക്കണം. സെൻട്രൽ പ്രിസണിൽ നിന്ന് റിഫോംഡ് ആയിട്ടുള്ള കുറേ പേരെ ഓപ്പൺ പ്രിസൺ എന്ന് 2 ഓപ്പൺ പ്രിസണുണ്ട്. അത് 100-400 ഏക്കറിലാണ്. അവിടെ ഒത്തിരി സ്വാതന്ത്ര്യം പ്രിസണേഴ്സിനുണ്ട്. അവിടെ ഓരോ ജോലികൾ ചെയ്യുന്നുണ്ട്. ബ്രിക്സ് ഉണ്ടാക്കുന്നവരുണ്ട്, കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ കുറച്ച് ഫ്രീ ആണ്. പക്ഷേ അവിടെ ജയിൽ ചാട്ടം വളരെ കുറവാണ്. കാര്യം അവർ ദീർഘകാലം ജയിലിൽ കിടന്നിട്ടുള്ളവരും പാർഷ്യലി റിഫോംഡ് ആയിട്ടുള്ളവരുമാണ് ഓപ്പൺ ജയിലുകളുള്ളത്. അത് നെട്ടുകാൽത്തേരി അതുപോലെ ചീമേനി 2 സ്ഥലത്താണുള്ളത്. ഒന്ന് തിരുവനന്തപുരം അടുത്ത് നെയ്യാറിലും മറ്റത് കാസർഗോഡ് ജില്ലയിലും. അപ്പോൾ അതല്ലാത്ത ജയിലുകളിൽ 6 മാസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്നവർ മുഴുവൻ, തടവുകാർ മുഴുവൻ താമസിക്കുന്നത് ഈ 4 സെൻട്രൽ പ്രിസണിലാണ്. അപ്പോൾ 6 മാസത്തിൽ താഴെ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരാണ് ജില്ലാ ജയിലുകളിലുള്ളത്. കേരളത്തിൽ 14 ജില്ലയ്ക്ക് 1-2 ജില്ലയ്ക്ക് മാത്രമേ ഇല്ലാതുള്ളൂ. അല്ലെങ്കിൽ 13 ജയിൽ കമ്മിറ്റിയുണ്ട്, ജില്ലാ ജയിലുകൾ തന്നെ. അപ്പോൾ സർക്കാർ ഞങ്ങളോട് പറഞ്ഞേക്കണത്, ഈ കമ്മിറ്റി, ഞാനും പഴയ DGP ജേക്കബ് പുന്നൂസും ജയിൽ പോലീസിൻ്റെ ഡയറക്ടർ ജനറൽ പോലീസായിരുന്നു കേരളത്തിലെ. അപ്പോൾ ജേക്കബ് പുന്നൂസും വളരെ അറിയപ്പെടുന്ന ഉദ്യോഗസ്ഥനാണ്, വളരെ നല്ല ഓഫീസറായിരുന്നു, ലോങ് ടെന്യൂർ DGP ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടെ കൂടിയാണ് ഇതിനെക്കുറിച്ച് പഠിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ പറഞ്ഞേക്കണത്, ഈ കമ്മിറ്റി മുഖ്യ ജയിലുകൾ, പ്രധാന ജയിലുകളിലെ പ്രശ്നങ്ങൾ പഠിച്ച് അടിസ്ഥാന സൗകര്യം നോക്കി അവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, ഏത് രീതിയിൽ സുരക്ഷ ഉറപ്പാക്കണം. അപ്പോൾ ഇതിലെ പ്രധാന ഈ കമ്മിറ്റിയുടെ ഫോക്കസ് ജയിലിലെ കംപ്ലീറ്റ് റിഫോംസ് ഇല്ല. അതായത് പ്രിസണേഴ്സിൻ്റെ റിലീസ്, റിഫോംസ്, അവരുടെ എംപ്ലോയ്മെൻറ്റ്, അവരുടെ ഇൻകം ഷെയറിങ്, പ്രിസൺ ഉണ്ടാക്കുന്ന പൈസയിലെ ഇൻകം ഷെയറിങ്, അതിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അങ്ങനെ ഫോക്കസിൽ ഞങ്ങളുടെ വർക്കിലില്ല. ഞങ്ങൾ സുരക്ഷയാണ് പ്രധാനമായിട്ട്, ജയിലുകളിലെ സുരക്ഷ
പ്രതികൾ എങ്ങനെ തടവ് ചാടാണ്ടിരിക്കണം, ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം എത്രയുണ്ട്, തടവുകാരുടെ എണ്ണം എത്രയുണ്ട്, ജയിലിലെ സൗകര്യം എന്തുമാത്രമുണ്ട്. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ ജയിൽ നോക്കിയപ്പോൾ പ്രധാനമായിട്ട് കാണുന്നത് കണ്ണൂർ ജയിലിൽ മാത്രമല്ല, ജയിലിലെ DIG, വടക്കൻ റേഞ്ച് DIG ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു, ഞങ്ങളെ ബ്രീഫ് ചെയ്യാനായിട്ട് വന്നിരുന്നു. അദ്ദേഹം ഇൻസ്പെക്ഷന് വന്നിരുന്നു പ്രിസൺ കാണാൻ. പിന്നെ പ്രിസണിലെ സൂപ്രണ്ടൻസും എല്ലാ ഉദ്യോഗസ്ഥരും ഞങ്ങളോട് സഹകരിച്ചു. അപ്പോൾ എല്ലായിടത്തും ഒരു 30-35-40% വരെ പ്രിസന് കീഴിൽ ഓവറാണ്. അതായത് സ്ട്രെങ്തിനേക്കാളും കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആസ് അഗെയിൻസ്റ്റ് കണ്ണൂർ 900 ചില്ലുവാനം പ്രിസനേഴ്സിന് ഇടാവുന്നിടത്ത് 1150 ഉണ്ട്. ഏകദേശം 200 പേരധികം ഉണ്ട്. കപ്പാസിറ്റി കൂടുതലുണ്ട്. കഴിഞ്ഞ ഒരാളെ കിടത്താവുന്നതിലും അത് 2 പേരെ കിടത്തണം. അങ്ങനത്തെ അല്ലെ 2 പേരെ കിടത്തണതിന് 3 പേരെ കിടത്തണം. അപ്പോൾ അതെല്ലാം സുരക്ഷാ വീഴ്ച ഉണ്ടാക്കും, അവിടുത്തെ അസൗകര്യങ്ങൾ. പിന്നെ വേറൊന്ന്, ഈ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടാക്കിയ 161 വർഷമായത് കമ്മീഷൻ ചെയ്തിട്ട്. അത്ര ഓൾഡായിട്ടുള്ളൊരു പ്രിസനാണ്. അന്നത്തെ കാലത്തെ ഒരു കൺസ്ട്രക്ഷൻ, അതായത് ലാറ്ററൈറ്റ് ബ്രിക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇന്നാണെങ്കിൽ ഇങ്ങനത്തെ പഴയ ജയിലുകളൊക്കെ ഇടിഞ്ഞു പോയത്. അപ്പോൾ അന്നത്തെ കൺസ്ട്രക്ഷൻ ഒരു ക്വാളിറ്റി കൺസ്ട്രക്ഷൻ ആയിരുന്നു. അതുകൊണ്ടാണ് അതിപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ധാരാളം ഡാമേജ് അതിൻ്റെ ഔട്ട്സൈഡ് വാളിനുണ്ടായിട്ടുണ്ട്. പിന്നെ ഒത്തിരി ഓവർഹോളിങ് ആവശ്യമാണ്. പുതിയ ജയിൽ പണിയാൻ ഞങ്ങൾ പറയാൻ തയ്യാറാണ്. ആക്ച്വലി ആവശ്യമാണ്. 160 വർഷത്തിലെ പഴയ ഡൈലാപ്പിഡേറ്റഡ് ബിൽഡിംഗ് പ്രിസനേഴ്സിൻ്റെ സേഫ്റ്റിയും കൂടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരുടെ ജീവൻ വരെ അപായത്തിലാകും ജയിലിങ്ങനെ മുമ്പോട്ട് പോയാൽ. അപ്പോൾ അതുകൊണ്ട് എന്നെങ്കിലും ആ ജയിൽ പുതുക്കി പണിയണം. കഴിയുന്നത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് കഴിയുന്നത് നേരത്തെ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ടും കണ്ണൂർ ജയിലിൽ പറയാൻ പോകുന്നത്, ഇപ്പോൾ ഗോവിന്ദചാമി ചാടിയത് കണ്ടുപിടിച്ചു. അയാളൊരു കമ്പി അറുത്ത് കളഞ്ഞ്, അതായത് വെൻറ്റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡോറാണ് അതിനകത്തുള്ളത്. ഫ്രണ്ട് ഡോർ എന്ന് പറയണത് അയാളുടെ സെല്ല് ഞങ്ങൾ പോയി കണ്ടു. ആ സെല്ലിലെ ഫ്രണ്ട് ഡോർ എന്ന് പറയണത് കമ്പികൾ കൊണ്ട് അഴിയിട്ടേക്കണതാണ്. വളരെ ഫേമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കമ്പിയാണ്. ചെറിയ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് കമ്പിയൊന്നുമല്ല. ഒരു 1 ഇഞ്ച് കനവും വീതിയും കനവുമുള്ള വലിയ കമ്പികളാണ്. അതും ഫുൾ കമ്പികളാണ്, പൈപ്പുകളല്ല. അതിൽ അയാൾ 4 കമ്പിയുടെ 2 അറ്റവും 2 വശവും, അതായത് 8 കമ്പി അറുത്തതുപോലെയാണ് അറുത്ത് മുറിച്ച് മാറ്റിച്ച് അയാൾ ലീപ്പ് ചെയ്ത് അടിയിൽക്കൂടെ ഇറങ്ങി അയാൾ ജയിലിലെ തടവുകാർക്ക് വെള്ളം കളക്ട് ചെയ്യാനുള്ള ബാരൽസ് ഉണ്ടായിരുന്നു. ഈ ബാരൽസ് ഒരു 3 എണ്ണം കൊണ്ടുപോയി മതിലിൻ്റെ അരിയിൽ വെച്ച് ആ ബാരൽസിൽ ഓരോന്നോരോന്ന് കയറി അതിന് മുകളിലെത്തി. എന്നിട്ട് തടവുകാരുടെ തന്നെ ഉണങ്ങാനിട്ടിരുന്ന തുണികളെല്ലാം കൊണ്ടുപോയി ബെഡ്ഷീറ്റുകളൊക്കെ കൂട്ടിക്കെട്ടി അയാൾ മുകളിലത്തെ കമ്പി മാറ്റി. അതായത് ഇലക്ട്രിക് ഫെൻസിങ് ആയിരുന്നു, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. ആ ഇലക്ട്രിക് ലൈൻ ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് അതൊക്കെ കമ്പിയൊക്കെ വലിച്ചു മാറ്റി അയാൾ അവിടുന്ന് അപ്പുറം ചാടി. പക്ഷേ ആകെ ഒരു 1 മണി 1:15 രാത്രിക്ക് സെല്ലിൽ നിന്ന് വെളിയിൽ വന്ന ആൾ ഒരു 3 മണിക്കൂർ എടുത്തു അയാൾ ജയിലിൻ്റെ കോമ്പൗണ്ടിന് പുറത്ത് പോകാൻ. അതുകൊണ്ടായിരിക്കും അയാളെ ഒരു പക്ഷേ അയാൾ ദൂരെ പോയില്ലായിരുന്നു. ഒരു 4 കിലോമീറ്റർ റേഞ്ചിൽ അയാളെ പിരിച്ചു. വളരെ പെട്ടെന്ന് പോലീസ് ഒരു ക്വിക്ക് ആക്ഷനായിരുന്നു. അങ്ങനെ പോലീസ് നാട്ടുകാരുടെ സെർച്ചിൽ അയാളെ ഒരു വിതിൻ 4 hours ഓഫ് എസ്കേപ്പ് ഓർ 5 hours ഓഫ് എസ്കേപ്പ് യു എസ് കോട്ട്. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്നു, പ്രിസണിലിട്ടു. പിന്നെ അയാളെ അവിടുന്ന് ഹൈ സെക്യൂരിറ്റി പ്രിസണിലേക്ക് മാറ്റി. അപ്പോൾ പ്രധാനമായിട്ട് ഞങ്ങൾ കണ്ടത്, അയാൾക്ക് ഈ ആയുധം കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അയാൾക്ക് ഇത് മുറിക്കാൻ നോക്കിയല്ല. കമ്പി മുറിക്കാനുള്ള ഒരു ഷാർപ്പ് വെപ്പൺ അയാളിലേക്ക് കിട്ടി. അവിടെയാണ് വീഴ്ച. അതായത് അത് ആരുടെ സഹായത്തിലേക്ക് കിട്ടി? വെളിയിൽ നിന്ന് ഒത്തിരി പേരെ പ്രിസനേഴ്സിനെ വിസിറ്റ് ചെയ്യാൻ അനുവദിക്കും. പ്രിസനേഴ്സിന് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നവരും സാധനങ്ങൾ കൊണ്ട് കൊടുക്കുന്നവരുണ്ട്. അവരോരോ ഐറ്റം ഹൈഡ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ അവരെ സ്ക്രീൻ ചെയ്യാനോ അവർ കൊണ്ടുവരുന്ന ഐറ്റംസിനെ എക്സ്റേ ചെയ്യാനോ അങ്ങനെയുള്ള സംവിധാനമൊന്നും പ്രിസണിലില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ആയിരിക്കും ഞങ്ങൾ ഫോക്കസ് ചെയ്യണേ. ഒരു കാരണവശാലും തടവുകാരൻ്റെ അടുത്ത് ഒരു ആയുധവും കിട്ടരുത്. പിന്നെ തടവറയിലെ ജോലികൾ മുഴുവൻ, ഇപ്പോൾ കിച്ചൺ
വർക്ക് മുഴുവൻ ചെയ്യണ അവരാണ്. കിച്ചണിലെ ടൂൾസ് അറിയാമല്ലോ, എല്ലാം ആയുധമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് കത്തി, വാക്കത്തി, കോടാലി, ഇങ്ങനെയുള്ള എല്ലാ ഉപകരണങ്ങളും ഉണ്ട് കിച്ചണിൽ. ഉപയോഗിക്കുന്നത്. അതുകൂടാതെ പ്രിസണിൽ കാർപ്പൻട്രി വർക്കും ഒക്കെ നടക്കുന്നുണ്ട്. അതിലെ ടൂൾസൊക്കെ വെപ്പൺസാണ്, വാള്, അതുപോലെ ഉളി. അപ്പോൾ അങ്ങനെയുള്ള കാർപ്പൻട്രി വർക്കും ഒക്കെ നടക്കുന്നുണ്ട് പ്രിസണിൽ. അതിനുള്ള ഇതൊക്കെ ഉണ്ട്. അപ്പം എവിടുന്ന് ഇയാൾക്ക് പ്രിസണിൽ നിന്ന് തന്നെ എവിടുന്നെങ്കിലും കിട്ടിയോ ഒരു വെപ്പൺ? പിന്നെ ഈ അഴിയുടെ ചുവടുവശം പല ദിവസങ്ങളിലായിരിക്കും ഇയാൾ അർത്ഥം മാറ്റിയത്. കാര്യം ഒരു ഇലക്ട്രിക് എക്യുപ്മെൻ്റ് അല്ലാതെ ഒന്നുകൊണ്ടും അത്ര പെട്ടെന്ന് അത് ഇറക്കാൻ നോക്കിയാൽ. അപ്പോൾ അയാൾക്കത് പല ദിവസങ്ങളെടുത്ത് അർത്ഥം ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ ചെയ്യാൻ ഒത്തെങ്കിൽ അയാൾ അതിലൊക്കെ തുണി കെട്ടിയേക്കുമായിരുന്നു. അതിനൊരു ന്യായീകരണം പറഞ്ഞത് പട്ടിയും പൂച്ചയൊക്കെ പ്രിസണിനകത്തേക്ക് ഈ അഴികട കയറും. അപ്പോൾ താഴത്തെ ലെവൽ അഴികൾ ഇവർ തുണികളൊക്കെ കെട്ടി മറയ്ക്കും. അത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ തടയാറില്ല. കാര്യം വെച്ചാൽ പട്ടിയും പൂച്ചയൊന്നും ഇതിനകത്ത് കയറരുതല്ലോ പ്രിസണേഴ്സിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം മുതലെടുത്താണ് അവൻ അണ്ടർ കവർ ഓഫ് ദാറ്റ് ക്ലോത്ത് കവറിങ് ഓർ ത്രെഡ് കവറിങ് he started sewing and cutting this. Maybe it took a long time for him to cut all those 4 bars and remove it. Once it is removed in the midnight, he leaped out of it. അങ്ങനെ വെളി വന്ന് കളിച്ചാടി രക്ഷപ്പെട്ടു. സാർ, ഇവിടെ സന്ദർശിച്ച സമയത്ത് സ്വാഭാവികമായും ഒരു കയ്യിന് താരതമ്യേന ശേഷിയില്ലാത്ത ഒരാളാണ് ഒരു 3 മണിക്കൂർ സമയമെടുത്ത് ഇത്ര വലിയ കുറ്റകൃത്യം ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി വധശ്രമ കേസിൽ പ്രതിയായ, അതല്ലെങ്കിൽ കുറ്റവാളിയായി കോടതി നിശ്ചയിച്ച ഒരാൾ ഇത്ര തന്നെ സമയമെടുത്ത് ഇതിൽ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഹൈ സെക്യൂരിറ്റി ജയിലാണ്, അവിടെ അത്രയും ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഇതെങ്ങനെ സാധ്യമാകുന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അല്ല, അതൊരു കാര്യമാണല്ലോ. ഈ ജയിൽ ഉദ്യോഗസ്ഥരുടെ അഭാവം കൊണ്ട് എല്ലാ സെല്ലിൻ്റെയും മുമ്പിൽ ആരും നിൽക്കുന്നില്ല. കാര്യം 1000 പ്രിസണേഴ്സ് ഉണ്ട്. 1000 പ്രിസണേഴ്സിനെ ഇപ്പോൾ ഒരു 10-400 മുറിയെങ്കിലും ഉണ്ടെന്ന് കൂട്ടിക്കോ, അത് കൂടുതൽ കാണും. അപ്പം ഒരാളും 2 ആളും ഒക്കെ ഒരു പ്രസൻ സെല്ലിലുള്ളൂ. അപ്പം അവിടെയുള്ള സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ ഒരു 10-30 സ്റ്റാഫേ അറ്റ് എ ടൈം ഡ്യൂട്ടി ഉള്ളൂ. അതിപ്പം ക്യാമറ റൂമുണ്ട്, ക്യാമറ റൂമിൽ ഒരാളിരിക്കും, കുറച്ച് പേര് എൻട്രൻസ് സെക്യൂരിറ്റി നിൽക്കും, കുറേ പേര് റൊട്ടീൻ റോന്ത് ചുറ്റും. അപ്പോൾ അങ്ങനെയുള്ള 10 ഡിവിഷനൊക്കെയുണ്ട് ഇതിനകത്ത്. പ്രിസണിനകത്ത് തന്നെ ഒരു സെൻട്രൽ ടവറുണ്ട്. ക്യാമറ നിരീക്ഷണം ഉണ്ടെങ്കിൽ പോലും ഈ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് ഏരിയൽ വ്യൂ കിട്ടുന്നില്ല. അപ്പോൾ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. അല്ലാണ്ട് പ്രിസണേഴ്സ് ഒരിക്കലും ഒരു തടവുകാരെ അവരാരും സഹായിച്ചതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഈ വെപ്പൺ കൈ കിട്ടിയതിലൊക്കെ അവർക്ക് അശ്രദ്ധ പറ്റി, അവരുടെ ഒരു വീഴ്ചയുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനൊരു വെപ്പൺ അല്ലേ കിട്ടിയില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ അറത്തോണ്ടിരിക്കുന്നത് പല കാലങ്ങളോ 1-2 മാസം എടുത്ത് കാണും. അപ്പോൾ പിന്നെ അയാൾ ഇതിനകത്ത് ഈ ചെറിയ വിടവിക്കിടെ ഇടക്ക് കറങ്ങാനായിട്ട് അയാളുടെ സൈസ് തന്നെ അയാൾ ഫുഡ് ഡയറ്റ് ചെയ്ത് കുറച്ചു എന്നാണ് പറയണേ. അപ്പോൾ ഇതെല്ലാം ലോങ് ടൈം പ്ലാനിങ് ആണ്. പക്ഷെ ഇതൊന്നും അവർക്കറിയില്ലല്ലോ. അതുമാത്രമല്ല, ഈ തുണി കെട്ടിയിരുന്നുകൊണ്ട് ഇതിൻ്റെ മറുവശം 2 വശവും അറക്കുമ്പം ഈ നടുക്ക് കാണാമെങ്കിലും ആ എഡ്ജൊന്നും അവർ ശ്രദ്ധിച്ച് കാണിയില്ല. കാരണം ഇതുപോലെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ പാതിരായിലൊക്കെ അവിടെ ആരും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ഒത്തിരി പ്രിസൺ സെൽസ് അല്ലേ, അത് പയ്യെ അറുത്താൽ അത് ഒച്ച കേൾക്കണമെന്നില്ല. അങ്ങനെ ആരും സഹായിച്ചെന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാര്യം അങ്ങനെ തുണിയൊക്കെ കെട്ടിയേക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമാണ്. അത് പകൽ പൂച്ചയും പട്ടിയൊക്കെ കയറാതിരിക്കാനാണ് ചെയ്യണേ. എന്നാലും അതൊരു വലയിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടായില്ലായിരുന്നു. തുണി കെട്ടി മറയ്ക്കരുത്, ഒരിക്കലും ഒരു അഴി അവിടെ ഉണ്ടോ, അതൊരു അഴിയുടെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, മെറ്റലിനോടുള്ള ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അവിടെ തുണി കെട്ടാനോ മറയ്ക്കാനോ അനുവദിക്കരുത്. അവിടെ വൈദ്യുതി ഫെൻസിങ് പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളത് ഈ സംഭവത്തിന് പിന്നാലെയാണ് റിപ്പോർട്ട് വരുന്നത്. സമാനമായി ഇത്രയേറെ കൊടും കുറ്റവാളികൾ താമസിക്കുന്ന, അവരെ പാർപ്പിക്കുന്ന ഒരു ജയിലിൽ ഇത്തരം ഫെൻസിങ് പോലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള, അപ്പോൾ ഇത്തരത്തിൽ അവിടെ സന്ദർശിച്ച സമയത്ത് അല്ല, സുരക്ഷാ സംവിധാനം പ്രധാനമായിട്ടും ജയിലിൽ നിന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ജയിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ജയിൽ സെൽ ബ്രേക്കാണ്. ഒരു സെല്ലിലെ അഴികളെ അറുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ ഇയാൾക്ക് വെളിയിറങ്ങാൻ നോക്കിയാലോ. ആ മതിൽ ചാടുന്ന പ്രശ്നവുമില്ല. അപ്പോൾ മതിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മതിലിന് 7 മീറ്ററാണ്
ജയിൽ നോംസ് അനുസരിച്ചിട്ടും മതിലിൻ്റെ ഉയരം 7 മീറ്ററാണ് വേണ്ടത്. അതിന് പകരം ഈ മതിൽ വെറും 3-4 മീറ്ററേ ഉയരമുള്ളൂ. ഈ മതിലുണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ 160 വർഷം മുമ്പാണ്. ഈ മതിൽ കുറേ ഭാഗം ഇടിഞ്ഞു പോയത് ഇപ്പോൾ രണ്ടാമത് കെട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ അത്ര പഴക്കം ചെന്ന മതിലാണ്. ഇതിൻ്റെ മുകളിൽ ഈ മതിലിടിഞ്ഞപ്പം ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു, ഇനോപ്പറേറ്റീവായി. അത് ഒത്തിരി കാലം എടുത്തു അത് മതിൽ പണിയാനും ആ ഇലക്ട്രിക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനും. പക്ഷേ അത് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ഇലക്ട്രിക് ഫെൻസിങ് ഉണ്ടായിരുന്നു, ഇവന് ചാടാൻ ഒക്കെയില്ലായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ സാഹചര്യവും അയാൾക്ക് ജയിൽ ചാടാൻ അനുകൂലമായിട്ട് വന്നു. അയാൾക്ക് ആ മുറി ആരുടെ ശ്രദ്ധയിൽപ്പെടാതെ അയാൾക്ക് ആ കമ്പി ഇറക്കാൻ സാധിച്ചു. പക്ഷെ അതിലൊന്നും ഞങ്ങൾ ജയിൽ ഉദ്യോഗസ്ഥർ അയാളെ ഇതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചെന്നൊന്നും പറയാൻ തയ്യാറില്ല. അത് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്കൊരു സംശയം പോലും ഇല്ല. പിന്നെ വെളിയിൽ നിന്ന് അയാൾക്ക് എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ഒന്നും കിട്ടിയ ലക്ഷണമില്ല. അപ്പോൾ എപ്പോൾ ജയിൽ ചാടാനൊക്കും, എന്ന് പുറത്ത് പോകാനൊക്കും അയാൾക്ക് പോലും അറിയില്ലായിരുന്നു. കാര്യം വെച്ചാൽ ഈ ജയിലിൽ നിന്ന് ഇറങ്ങി 1-1:15 രാത്രി ഇറങ്ങിയ അയാൾക്ക് 3 മണിക്കൂറെടുത്തു ആ കോമ്പൗണ്ടിൽ നിന്ന് അയാൾ പുറത്തിറങ്ങാൻ. അയാൾ അത് കഴിഞ്ഞാണ് അന്വേഷിച്ച് നടന്ന് ഈ ബാരലുകൾ കണ്ടുപിടിച്ചതും ഇവിടെ കിടന്ന് ഉണങ്ങാനിട്ടിരുന്ന തുണികളെടുത്ത് കൂട്ടിക്കെട്ടിയതും ഈ ബാരലിൻ്റെ മുകളിൽ കിടന്ന് അപ്പുറം ചാടിയതും എസ്കേപ്പ് ചെയ്യാൻ നോക്കിയതും. പിന്നെ വേറൊന്നുണ്ട്, ജയിലിൻ്റെ പുറത്ത് 35 ഏക്കറിനകത്താണ് ജയിൽ കോമ്പൗണ്ട്. 90 ഏക്കർ ഗവൺമെൻറ് വകയാണ്. ജയിൽ പ്രിമിസസാണ് 90 ഏക്കർ. പക്ഷേ ഈ പുറത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാണല്ലോ ഹൈവേയുടെ തീരത്തുള്ള സ്ഥലമാണ്. എല്ലാവർക്കും അവിടെ വരാം, ആക്സസ് ഉണ്ട്. അതുപോലും മോണിറ്റർ ചെയ്യണം. അതായത് ഔട്ട്സൈഡ് പ്രിസൺ വാളിൻ്റെ ഔട്ട്സൈഡ്. ഇതിപ്പോൾ ഒരു കാര്യമാണ്, പുറത്തുനിന്ന് ഒരു കല്ലെ കെട്ടി റോപ്പിങ് എറിഞ്ഞു കൊടുത്താൽ ഈ 10 അടി ഉയരമുള്ള മതിലിൽ മൂടിക്കൊണ്ട് റോപ്പിങ് എറിഞ്ഞു കൊടുത്താൽ ആൾക്കാർക്ക് വലിച്ച ആളെ കയറ്റാം. മനസ്സിലായില്ലേ? അപ്പം എക്സ്റ്റേണൽ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ പ്രിസണറെ അങ്ങോട്ട് വിളിക്കാൻ സാധിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് ഇവരെ ഈ മൊബൈൽ ഫോൺ ഇങ്ങനെയുള്ള ഇതൊക്കെ ഇവർ ലീക്ക് ചെയ്ത് കയറ്റും. പ്രിസൺ വിസിറ്റേഴ്സായിട്ട് വന്നവർ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ഓരോ ആരോപണങ്ങളുണ്ട്. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരിക്കലും തടവുകാർക്ക് അങ്ങനത്തെ സ്വാതന്ത്ര്യമൊന്നും കൊടുക്കരുത്. പക്ഷേ ഇതങ്ങനെയൊന്നും ഒരു പ്രീ പ്ലാൻഡോ വെളിയിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ അസിസ്റ്റൻസോ ആരും ഇയാളെ സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ ഇയാൾക്ക് എസ്കേപ്പ് ചെയ്യായിരുന്നു. കാരണം ഇയാൾ ജയിലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ട് ഇയാൾക്ക് പ്രിസണിന് പുറത്ത് പോകാൻ 3 മണിക്കൂർ എടുത്തു. അവിടുന്ന് ഇയാൾ കണ്ടുപിടിച്ച് തപ്പിത്തടഞ്ഞ് വെളിയിലേക്ക് പോയപ്പോൾ ഇയാളൊരു 4 കിലോമീറ്റർ ഇയാൾക്ക് 6 മണിക്കൂറിൽ എത്താവത്തുള്ളൂ. അത് തന്നെ ഈ ഒരു ജയിൽ ചാട്ടത്തിന് സ്കീമിങ് ഇല്ലെന്നുള്ളതല്ലേ. എസ്കേപ്പ് ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടു. ബിക്കോസ് എന്താണ് സത്വര നടപടി പോലീസ് എടുത്തു. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ ഒരു അപൂർവങ്ങളിൽ അപൂർവ കേസാണ്. എന്നാലും ഇത് റിപ്പീറ്റ് ചെയ്യാതെ നോക്കണം. പിന്നെ വേറൊരു കാര്യം, ഇതൊരു നിമിത്തമായിട്ട് ഗവൺമെൻറ് ജയിലിലെ സേഫ്റ്റി, ഇവരുടെ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട കാര്യമില്ല. ഒരു ജയിൽ ഇടിഞ്ഞ് വീണ്, പഴയ ഒരു കെട്ടിടം ഇടിഞ്ഞ് വീണ്, ഇപ്പോൾ ഒരു കോട്ടയത്തെ മെഡിക്കൽ കോളേജിലെ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞ് വീണ് കണ്ടില്ലേ? അത് പക്ഷേ അബാൻഡൻഡ് ആയിരുന്നുകൊണ്ട് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട ഒരു സ്ത്രീ അങ്ങനെയോ അബദ്ധത്തിൽ ചെന്ന് പെട്ടു. അതല്ലെങ്കിൽ അത് ആ മനുഷ്യനില്ലായിരുന്നു അവിടെ. അപ്പോൾ ഇതങ്ങനെയല്ല, ജയിലിൽ ആൾക്കാർ താമസിക്കുക. ഇപ്പം ജയിലിൻ്റെ സുരക്ഷ എന്ന് വെച്ചാൽ ബിൽഡിങ്സ് 160 വർഷം പഴക്കമുള്ള ജയിൽ, കണ്ണൂർ ജയിൽ പുതുക്കി പണിയണമെന്ന് പറയാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. ഞങ്ങൾ ബോധ്യപ്പെട്ടു. ഞങ്ങൾക്ക് അത് വളരെ പഴയ ബിൽഡിങ്ങാണ്. അതിനകത്തെ വാതിലും ജനലും ഒക്കെ വളരെ മോശമാണ്. പിന്നെ ഒരു ഹ്യൂമൻ കണ്ടീഷൻസ്, ആ മനുഷ്യന് ഒരു ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് ഉണ്ടല്ലോ, ശുദ്ധവായു, ശുദ്ധജലം, ഇതൊക്കെ അവർക്കും എൻറ്റൈറ്റിൽഡാണ്. പിന്നെ സേഫ്റ്റി, അപ്പോൾ അതെല്ലാം ഉറപ്പാക്കാനായിട്ട് ജയിലിലെ ഒരു നവീകരണം, ജയിലിലെ പുതുക്കിയ ബിൽഡിംഗ് പണിയുക, കോമ്പൗണ്ട് വാള് പുതുക്കി പണിയുക, അല്ലെങ്കിൽ സ്ട്രെങ്തൻ ചെയ്യുക. അതിന് മുകളിലൊന്നും ഹൈറ്റ് കൂട്ടാൻ പറ്റിയല്ലോ. കാര്യം വെച്ചാൽ ലോഡ് ഫാക്ടർ കൂടുമ്പം ഇടിഞ്ഞു വീഴും. ചിലപ്പോൾ മതിലിടിഞ്ഞ് വീണ ആൾ മരിക്കുകയില്ലേ. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പ്രിസണേഴ്സിൻ്റെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പൊതുവെ കണ്ണൂർ ജയിലിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുരാതനമായ ഈ ജയിലിൽ കംപ്ലീറ്റ് മോഡിഫിക്കേഷൻ ആവശ്യമാണ്, റിനോവേഷൻ ആവശ്യമാണ്. പുതിയ ജയിൽ പണിയാണ് ഏറ്റവും ഐഡിയലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആധുനിക സംവിധാനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാനിപ്പം ആൻഡമാനിലെ സെല്ലുലാർ ജയിൽ കണ്ടിട്ടുള്ള ആളാണ്. അത്ര അതൊരു നൊട്ടോറിയസ് ജയിലാണ്. മനുഷ്യാവകാശങ്ങളെല്ലാം കാറ്റിപ്പറത്തി ഉണ്ടാക്കിയ ജയിലാണ്. പക്ഷേ അതീവ മനോഹരമായിട്ടാണ് ജയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതീവ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് ആ ജയിലിനകത്ത്.
അതിലൊരു ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിയിരുന്ന ഒന്നൊന്നര ജയിലാണത്. അത് അന്ന് 130 കൊല്ലം 140 കൊല്ലം മുമ്പ് 5.25 ലക്ഷം രൂപ മുടക്കി പണിതാണ് ജയിൽ. മനസ്സിലായില്ലേ? അതിങ്ങനെ ഒരു സെൻട്രൽ ടവറും റേഡിയൽ ബിൽഡിങ്സുമാണ്. ആ സെൻട്രൽ ടവറിൽ വന്നാൽ മാത്രമേ ആൾക്കും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കൂ. അപ്പോൾ സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. നോബഡി ക്യാൻ എസ്കേപ്പ്. സാർ, ഈ വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം എന്ന നിലക്ക് സാർ അവിടെ സന്ദർശിച്ച സമയത്ത് സ്വാഭാവികമായും ഗോവിന്ദചാമി ഉൾപ്പെടെയുള്ള ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് സഹായകമാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഒരുങ്ങിയിട്ടുണ്ടാവുമല്ലോ. ആ അതെ. നിലക്ക് കണ്ട അല്ല, ആ കാര്യങ്ങൾ അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാലേ അതാരും ഹെൽപ്പ് ചെയ്ത് കൊടുക്കണമല്ല. അതൊരു ഇൻട്രൻസിക് ഡിഫക്റ്റാണ്. അതൊരു അടിസ്ഥാനപരമായിട്ട് ആ ജയിലിൻ്റെ വീക്ക്നെസ്സാണ്. ജയിൽ വളരെ പഴയതായി. ജയിലിന് ചെയ്യാവുന്ന റിപ്പയറൊക്കെ അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രയാണേലും അതിൻ്റെ ബേസിക് വീക്ക്നെസ് അത് ചൂഷണം ചെയ്യാം പ്രിസണേഴ്സിന്. പിന്നെ വേറൊന്ന്, അവിടെ തന്നെ ഒരു എല്ലാ ഹൈ സെക്യൂരിറ്റി പ്രിസൺ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒന്നേ ഉള്ളൂ. അത് തൃശ്ശൂർ വില്ലൂർ ജയിലിൻ്റെ ഭാഗമാണ്. ഇവിടെയൊക്കെ ഹൈ സെക്യൂരിറ്റി ഒരു ഏരിയ ഉണ്ട്. ഒരു 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 സെല്ല്, ഒരു കൈൻഡ് ഓഫ് വാർഡ്, ഒരു ബിൽഡിങ്. അവർ ഹൈ സെക്യൂരിറ്റി പ്രിസണേഴ്സിന് മാത്രമായിട്ടുള്ള അങ്ങനത്തെ ഒക്കെയാണ് ഇവർക്കും ഒരു കാറ്റഗറി. പക്ഷേ എന്നാലും കുറച്ചുകൂടെ പ്രിസണേഴ്സിൻ്റെ കാറ്റഗറൈസേഷൻ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആകണം. ഈ ഹൈ സെക്യൂരിറ്റി പ്രിസൺ ഏരിയ പോലെ ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ എല്ലാ പ്രിസണിലും ഉണ്ടാക്കണം. അപ്പം വലിയ കുറ്റവാളികൾ ജയിൽ ചാടാൻ സാധ്യതയുള്ളവർ, അങ്ങനെയുള്ളവരെ, ജയിലിൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ളവരെ കൂടുതൽ ശ്രദ്ധിക്കണം. അത് കുറച്ചുകൂടെ ഇത് വേണം. പക്ഷേ അതിന് ജയിലിൻ്റെ സ്റ്റാഫിൻ്റെ എണ്ണം കുറച്ചുകൂടെ കൂട്ടണം. പിന്നെ വേറൊന്ന്, സാങ്കേതിക വിദ്യ. ഇപ്പം മോഷൻ സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ മനുഷ്യൻ ഇതിനകത്തൂടെ ജയിലിൽ കൂടെ നടന്നാൽ, അത് രാത്രിക്ക് നടന്നാൽ അലാറം അടിക്കണം. അപ്പോൾ മോഷൻ സെൻസേഴ്സ് ഒന്നും ഇല്ല അവിടെ. കാര്യം ക്യാമറാസ് ഉണ്ട്. ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇയാൾ ഇറങ്ങിപ്പോണത് ക്യാമറയിൽ. പക്ഷേ ഒരു കാര്യമാണ്, ഒരു 10-20 പിക്ചറാണ് ഒരു സമയത്ത് ഒരാൾ, ഒറ്റയാളാ ക്യാമറ ഡ്യൂട്ടി. അയാളൊന്ന് ടോയ്ലറ്റിൽ പോയാൽ ആ സമയത്ത് എന്നാ സംഭവിച്ചെന്ന് അറിയില്ല. അടുത്ത നിമിഷം അത് മാറുകയാണ്. അയാൾ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ ഓരോ പിക്ചർ നോക്കി വരുമ്പം ഈ അറ്റത്തെ നോക്കി മറുവശം വരുമ്പോഴത്തേക്കും ഇവിടുത്തെ സാഹചര്യം മാറി, ഇറങ്ങിയ ആൾ വേറെ സ്ഥലത്തേക്ക് മാറി. മനസ്സിലായില്ലേ? അപ്പം ക്യാമറ നിരീക്ഷണത്തിലൊക്കെ പരിധികളുണ്ട്. അപ്പം മോഷൻ സെൻസേഴ്സ് ഒരു ഫിക്സ് ചെയ്താൽ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ അവിടുത്തെ ഷെയ്ഡ് ട്രീസൊക്കെ കുറേ ലോ ബ്രാഞ്ചസ് വെട്ടി ഏരിയൽ വ്യൂ കുറച്ചുകൂടെ കൂട്ടണം. ക്യാമറ കുറച്ചുകൂടെ ആധുനിക സംവിധാനമാകണം. അങ്ങനെ വലിയ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ച്, അതുമാത്രമല്ല ബാക്കിയുള്ള ജയിലുകളും കൊണ്ട് സന്ദർശിച്ച് പ്രധാനപ്പെട്ട ജില്ലാ ജയിലുകളും അതുപോലെ ഓപ്പൺ ജയിലുകളും നോക്കി റിപ്പോർട്ട് കൊടുക്കും. 3 മാസത്തേക്കാണ് സമയം തന്നേക്കണേ. 3 മാസത്തിൽ സാധിക്കും തോന്നുന്നില്ല. 6 മാസത്തിലെങ്കിലും റിപ്പോർട്ട് കൊടുക്കാൻ നോക്കും. അല്ലേ? ഈ സാർ ജയിൽ കമ്മീഷന്റെ ഭാഗമായി കൂടെ സെർവ് ചെയ്ത ഒരാളെന്ന നിലക്ക് തടവുകാരുടെ ബാഹുല്യം, അതനുസരിച്ച് ഉദ്യോഗസ്ഥരുടെ കുറവ്, ഇതിനെ ഒരു സാങ്കേതികമായി തന്നെ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത്? അല്ല, അത് ഞങ്ങൾ തീർച്ചയായിട്ടും പറയും. കാര്യം അടിസ്ഥാന സൗകര്യങ്ങൾ, തടവുകാരുടെ എണ്ണം, ആനുപാതികമായ ജയിൽ ഉദ്യോഗസ്ഥന്മാർ, അതെല്ലാം വേണം. പിന്നെ ഞങ്ങളൊരു ഫോക്കസ് ചെയ്യണത് ഒരു പുതിയ ജയിൽ, ഒരു സെൻട്രൽ ജയിൽ എന്തായാലും വേണം. അതിപ്പം വടക്കോട്ട് നല്ല കുറേ ജയിലുകളുണ്ട്, വലിയ ജയിലുകളുണ്ട്. പക്ഷേ തെക്കോട്ടാണ് കുറവ്. അതായത് തിരുവനന്തപുരത്തിനും എറണാകുളത്തിനും ഇടയ്ക്ക് വല്ല പത്തനംതിട്ടയോ അങ്ങനെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷനും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകത നമ്മൾ മുന്നിൽ കാണുന്നത്, ഓരോ ദിവസവും തടവുകാരുടെ എണ്ണം കൂടി വരികയാണ്. കാര്യം കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുക കേരളത്തിൽ. അതിന് മാത്രം ഡ്രഗ് കേസസ്, പിന്നെ ഈ കുട്ടികളെ ഉപദ്രവിക്കുന്ന സെക്ഷൽ ഒഫൻസസ്, പോക്സോ കോടതികൾ തന്നെയുണ്ട്. പോക്സോ കോടതികളിൽ ശിക്ഷയുടെ റേറ്റ് കൂടി തുടങ്ങി. അതായത് നമ്മുടെ അന്വേഷണ ഏജൻസികൾ, അതുപോലെ കോടതികൾ, എല്ലാത്തിൻ്റെ എഫിഷ്യൻസി കൂടുന്തോറും ശിക്ഷാ റേറ്റ് കൂടും, കുറ്റകൃത്യം കൂടി വരികയാണ്. അപ്പോൾ ജയിലിലെ ബാഹുല്യത്തിന് ഒരു കുറവും പ്രതീക്ഷിക്കാൻ മേല. ഒരു മോഡേൺ സൊസൈറ്റി, ഒരു ആധുനിക സമൂഹത്തിൽ ആ ജയിൽ കുറ്റകൃത്യങ്ങൾ കുറഞ്ഞു വരേണ്ടതാണ്. അതിന് പകരം കുറ്റകൃത്യങ്ങൾ കൂടി വരുവാണ്. പ്രത്യേകിച്ചും ഡ്രഗ് ഒഫൻസസ്, സെക്സ് ഒഫൻസസ്, ആൽക്കഹോൾ, ഇതെല്ലാം, ആക്സിഡൻറ്റ്സ്, മോട്ടോർ ആക്സിഡൻറ്റ്സ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യുവതലമുറയിലുള്ള ഒരു പാളിച്ച, അവരുടെ ഒരു തകർച്ച തീർച്ചയായിട്ടും ജയിലുകളിലെ എണ്ണം കൂട്ടുകയുള്ളൂ. പിന്നെ
ശിക്ഷ കൂടി വരികയാണ്. പിന്നെ ബെയിലില്ലാത്ത ഒഫൻസുകളാണ് കൂടുതലും, ജാമ്യം കൊടുക്കാത്ത ഒഫൻസുകളാണ്. എല്ലാ സബ് ജയിലിലും അധികം ആൾക്കാരെ പാർപ്പിച്ചേക്കണേ. കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ 7300 7400 പ്രിസണേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യാത്ത 10400 10500 ഉണ്ട്. 3000 പേര് കൂടുതലാണ്. 40% കൂടുതൽ ആലോചിച്ച് നോക്കി എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും? ഇത് നമ്മളൊരു ഗസ്റ്റ് അല്ല, ഇത് പ്രിസണർ. അപ്പോൾ അത്ര പ്രിക്കോഷൻ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി പ്രിസൺ ഒരു പ്രിസൺ അത്യാവശ്യമാണ്. ഒരു പ്രിസൺ എക്സിസ്റ്റിംഗ് പ്രിസണുകളിൽ അതിനെ മൾട്ടി സ്റ്റോറിഡ് ആക്കിയാൽ കുറച്ചുകൂടെ സേഫ്റ്റി ആവും, കുറച്ചുകൂടി ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യും. ലാൻഡൊക്കെ ഉണ്ട്. ഇപ്പോൾ കണ്ണൂർ തന്നെ 90 ഏക്കർ സ്ഥലമുണ്ട്. അതിനകത്ത് 35 ഏക്കർ പ്രിസണുള്ളൂ. ബാക്കിയുള്ള സ്ഥലം കണ്ട കൃഷി സ്ഥലമൊക്കെ ആയിട്ട് കിടക്കുക. പ്രതികൾക്ക് ഒരിക്കലും, തടവുകാർക്ക് ഒരിക്കലും അമിത സ്വാതന്ത്ര്യം കൊടുക്കരുത്. അവർക്ക് ജയിൽ ചാടാനുള്ള പ്ലാനിങ് നടത്താൻ നോക്കും. അതിനുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുത്താൽ അതെല്ലാം പ്രശ്നമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ഗൗരവമായിട്ട് പഠിക്കുന്നുണ്ട്. ഒരിക്കലും മൊബൈൽ ക്യാമറ പ്രിസൺ ഓഫീസേഴ്സിനില്ലല്ലോ. പ്രിസണിലെ ഉദ്യോഗസ്ഥന്മാരെ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അനുവദിച്ചിട്ടില്ല. എന്താണെന്നറിയോ? പ്രിസണേഴ്സ് പിടിച്ച് പറിക്കുകയോ പ്രിസണേഴ്സിന് കൊടുക്കുകയോ ആ സഹായം ഉണ്ടാകാണ്ടിരിക്കാൻ പ്രിസണേഴ്സിൻ്റെ കയ്യിലുണ്ട് താനും. ജസ്റ്റ് ഇമാജിൻ. പ്രിസൺ ഓഫീസേഴ്സിനില്ല, പ്രിസണേഴ്സിൻ്റെ കയ്യിലുണ്ട് ഈ സൗകര്യം. പിന്നെ പ്രിസൺ ഓഫീസേഴ്സിനൊന്നും വെപ്പൺസ് ഇല്ല, ലൈറ്റ് വെപ്പൺസ് പോലും കൊടുത്തിട്ടില്ല. ജയിലിൽ എന്തെല്ലാം ലാറ്റിൻ അമേരിക്കയിലൊക്കെ ജയിൽ മ്യൂട്ടിനിയൊക്കെ ഉണ്ടായി കേട്ടിട്ടില്ലേ? നമ്മുടെ ഇവിടെ എന്തെങ്കിലും ജയിലിൽ കമ്പൈൻഡ് റിവോൾട്ടൊക്കെ നടത്തിയാൽ 10-30 പ്രിസണർ ജയിൽ ജീവനക്കാർ വിചാരിച്ച ഒരു ചുക്കും ചെയ്യാൻ നോക്കിയില്ല. അവരുടെ വെപ്പൺസ് പോലും ഇല്ല. ബിക്കോസ് ദേ ആർ നോട്ട്, സം ആർ ട്രെയിൻഡ് വെപ്പൺസ്, പക്ഷേ ദേ ഡോണ്ട് ഹാവ് വെപ്പൺസ്, ദേ ആർ നോട്ട് ഗിവൺ. അത് തന്നെ ഞങ്ങളെ സർപ്രൈസ് ചെയ്തൊരു കാര്യമാണ്. പ്രിസൺ ഓഫീസേഴ്സ് ഷുഡ് ബി ഗിവൺ ലൈറ്റ് വെപ്പൺസ്. ലോങ് റേഞ്ച് ഒന്നും വേണ്ട, ഷോർട്ട് റേഞ്ച് വെപ്പൺസ്. ഇൻ ദ ഇവൻ്റ് ഓഫ് ത്രെറ്റ് ടു ദെയർ ലൈഫ് അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് യൂസ് ഇറ്റ്. പ്രിസണേഴ്സ് തമ്മിൽ വഴക്കും ബഹളവും എന്തെല്ലാം ഉണ്ടെന്നറിയാം. ആഫ്റ്റർ ഓൾ ദേ ആർ നോട്ട് നോർമൽ പീപ്പിൾ. ഒരു സൈസബിൾ നമ്പർ ഓഫ് പീപ്പിൾ ആർ അബ്നോർമൽ പീപ്പിൾ, ദേ ആർ മെൻ്റലി സിക്ക്. അപ്പോൾ പ്രിസണേഴ്സിൻ്റെ ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാ ടൈപ്പും ഉണ്ട്. സ്ത്രീകൾ മാത്രം കേരളത്തിലെ പ്രിസൺസ് കുറവാണ്. 10-200 പേരെ ആകെ. ഈ 10,000 പേരിൽ 200 ലേഡീസും ഉള്ളൂ, 200-250 ഉള്ളൂ. അപ്പോൾ കുറ്റകൃത്യങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിൽ കുറവാണ്, ബാക്കി സംസ്ഥാനത്തിനെ അപേക്ഷിച്ചായിരിക്കും.